നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂരിലെ ബിജെപി പ്രവർത്തകന്റെ കൊലപാതകം. ബിജെപി ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് ഒരുങ്ങുന്നു. സമ്മേളന പ്രചരണാർത്ഥം കാഞ്ഞങ്ങാട്ട് ചിത്രകാര സംഗമം നടന്നു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ യൂത്ത് ലീഗ് സമ്മേളനത്തിന് സമാപനം. മഹാകവി കുട്ടമത്ത് പുരസ്കാരത്തിന് ചലച്ചിത്രഗാന രചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അർഹനായി. മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ പാടത്തിറങ്ങി. തിയർപ്പാലം പാടം കാർഷിക സമൃദ്ധമായി. ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ ഇത് പാഷൻ ഫ്രൂട്ടിന്റെ വിളവെടുപ്പ് കാലം. വിളഞ്ഞു നിൽക്കുന്ന പാഷൻ ഫ്രൂട്ടുകൾ കാഴ്ചക്കാരിൽ വിസ്മയം തീർക്കും. വാർത്തകൾ വിശദമായി. കണ്ണൂരിൽ ബിജെപി പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത ഹർത്താൽ കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണമായിരുന്നു. പ്രതിഷേധക്കാർ കാസർഗോട്ടും കാഞ്ഞങ്ങാട്ടും പ്രകടനം നടത്തി. കണ്ണൂരിൽ ബിജെപി പ്രവർത്തകൻ രമിത്തിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ബിജെപി ആഹ്വാനം ചെയ്ത ഹർത്താൽ കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. KSRTC ബസ്സുകൾ ഉൾപ്പെടെ നിരത്തിലിറങ്ങിയില്ല. ചുരുക്കം സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് റോഡിലിറങ്ങിയത്. ബിജെപി പ്രവർത്തകർ കാസർഗോട്ടും കാഞ്ഞങ്ങാട്ടും പ്രകടനം നടത്തി. കാസർഗോഡ് നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്, സുധാകർ, അരീഷ് നാലമ്പാടി, രവീഷ് തന്ത്രി കുണ്ടാർ, N ബാബുരാജ്, TR സുനിൽ, ധനഞ്ജയ ബാബു, വിനയപ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കറന്തക്കാട് നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബിജെപി ഓഫീസിന് സമീപം സമാപിച്ചു. കാസർഗോഡ് ജില്ലാ സഹകരണ ബാങ്കിന് നേരെ കല്ലേറുണ്ടായി. കല്ലേറിൽ ജനറൽ ക്ലാസുകൾക്ക് കേടുപറ്റി. ഹർത്താലിനോടനുബന്ധിച്ച് മറ്റ് കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയെ തുടർന്ന് ജില്ലയിലെ CPM BJP ശക്തി കേന്ദ്രങ്ങളിൽ പോലീസ് അതീവ ജാഗ്രത പാലിച്ചു വരികയാണ്. അവിചാരിതമായുണ്ടായ ഹർത്താൽ ജനങ്ങളെ കടുത്ത ദുരിതത്തിലാഴ്ത്തി. RSS പ്രവർത്തകൻ രമിത്തിന്റെ കൊലപാതകം. BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് പ്രകടനം നടത്തി. പിണറായിയിൽ RSS പ്രവർത്തകൻ കൊലയപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. കാഞ്ഞങ്ങാട്ട് കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. വാഹനങ്ങളും നിരത്തിലിറങ്ങിയില്ല. KSRTC വാഹനങ്ങൾ നിരത്തിലിറങ്ങാത്തത് യാത്രക്കാരെയും വലച്ചു. RSS പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് പ്രകടനം നടത്തി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നവംബർ 2 മുതൽ കാഞ്ഞങ്ങാട്ട് നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി കാഞ്ഞങ്ങാട്ട് ചിത്രകാര സംഗമം നടന്നു.
ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നവംബർ 2 മുതൽ 4 വരെ തീയതികളിലായി കാഞ്ഞങ്ങാട്ട് നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായാണ് കാഞ്ഞങ്ങാട് വർണ്ണമഴ ചിത്രകാര സംഗമം നടന്നത്. സംഗീതത്തിന്റെ പശ്ചാത്തലത്തിൽ 20ഓളം ചിത്രകാരന്മാർ ഒരേ സമയം വിവിധ കാൻവാസുകളിൽ ചിത്രരചന നടത്തുകയായിരുന്നു. കാഞ്ഞങ്ങാട്ടെ സ്വാഗത സംഘം ഓഫീസിൽ വെച്ച് നടന്ന ചിത്രകാര സംഗമം മൗത്ത് പെയിന്റർ സുനിത കുഞ്ഞിമംഗലം ഉദ്ഘാടനം ചെയ്തു. എം രാജഗോപാലൻ MLA അധ്യക്ഷനായി. ആ ഒരു പ്രചരണ ഘട്ടത്തിൽ പ്രചരണത്തോടൊപ്പം നിൽക്കാനും ഈ സമ്മേളനത്തിന്റെ സന്ദേശം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് കൂടുതൽ എത്തിക്കുന്നതിനു വേണ്ടി വളരെ ശ്രദ്ധേയമായ രീതിയിൽ ഈ ജില്ലയിലെ അറിയപ്പെടുന്ന ചിത്രകാരന്മാരും ആ രംഗത്ത് ഏറ്റവും മികവ് പ്രകടിപ്പിച്ച മഹൽ വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ അവരെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ചിത്രരചനക്കാണ് DYF ഇതിൻ്റെ മഹിളാ അസോസിയേഷൻ്റെ സമ്മേളനം ഇവിടെ അതിൻ്റെ സ്വാഗത സംഘം തീരുമാനിച്ചു. കെ മണികണ്ഠൻ, ഇ പത്മാവതി, M ലക്ഷ്മി, KV ലക്ഷ്മി, കെ സബീഷ്, PK നിശാന്ത്, കാറ്റാടികുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ യൂത്ത് ലീഗ് സമ്മേളനം സമാപിച്ചു. നോർത്ത് കോട്ടശ്ശേരിയിൽ പൊതുയോഗം നടന്നു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ യൂത്ത് ലീഗ് സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി MC ഖമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ പിണറായി വിജയന്റെ തന്നെ ബന്ധുവിനെ മറ്റൊരു പോസ്റ്റിലേക്ക് നിയമിച്ചു. അതേപോലെ തന്നെ ജയരാജൻ പറഞ്ഞത് അങ്ങനെ കുറച്ചെല്ലാം അങ്ങനെ ബന്ധുക്കളെല്ലാം അങ്ങനെ നിയമിക്കേണ്ടി വരുമെന്നുള്ളതാണ്. കാരണം ജയരാജനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞൊരു കാര്യമില്ല. നമ്മുടെ ബഹുമാന്യനായ മുഹമ്മദ് അലി ക്ലേ മരിച്ച സമയത്ത് നമ്മളെ കേരളത്തിന് സ്വർണ്ണമെഡൽ നേടിക്കൊടുത്ത മുഹമ്മദ് അലി, ആ ഏത് മുഹമ്മദ് അലിനെ കുറിച്ചാണ് മുമ്പ് പറഞ്ഞതെന്ന് ഇന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അവസാനം കുറച്ചുകൂടി 2 ചോദ്യം കൂടി ചോദിച്ചിരുന്നുവെങ്കിൽ മറുപടി പറയുമായിരുന്നു, മുഹമ്മദ് അലിയുടെ മയ്യത്ത് സൗജന്യമായി കേരളത്തിലെത്തിക്കാൻ കേരള സർക്കാർ എല്ലാ സഹായവും ചെയ്യും എന്ന് പറയേണ്ടി വന്നിട്ടില്ല. കാരണം കൂടുതൽ ചോദിക്കേണ്ട ഒരു അവസ്ഥ വിശേഷം ഉണ്ടായിട്ടില്ല. ഹാരിസ് ബാവ നഗർ അധ്യക്ഷനായി. പാറക്കൽ അബ്ദുള്ള MLA, M ഷംസുദ്ദീൻ MLA എന്നിവർക്ക് സ്വീകരണം നൽകി. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ബഷീർ വള്ളിക്കോത്ത് ഉപഹാരം നൽകി. നിയോജകമണ്ഡലം ഭാരവാഹികൾക്ക് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ ഷാൾ അണിയിച്ചു. ചടങ്ങിൽ ചികിത്സാ സഹായ ഫണ്ട് മുസ്ലിം ലീഗ് നേതാവ് M ഇബ്രാഹിം കൈമാറി. ആബിദ് ആറങ്ങാടി, അഷ്റഫ് ഇടനീർ, നൌഷാദ് കൊത്തിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രശസ്ത കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് മഹാകവി കുട്ടമ്മത്ത് അവാർഡ്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അവാർഡ് സമർപ്പണം നടത്തി. മഹാകവി കുട്ടമത്ത് സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മഹാകവിയുടെ ജന്മദിനാഘോഷ ചടങ്ങിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് കുട്ടമത്ത് സ്മാരക അവാർഡ് നൽകിയാണ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞത്. കണ്ണാടിപ്പുഴയുടെ തീരത്തുള്ള കൂട്ടുകാരന് കുട്ടമത്തിന്റെ പേരിലുള്ള അവാർഡ് നൽകാൻ അവസരം ലഭിച്ചത് മഹാഭാഗ്യമെന്നും കുട്ടമത്തിന്റെ ഓർമ്മകൾ എന്നും മനസ്സിൽ നിലനിൽക്കുന്നുണ്ടെന്നും മഹാവ്യക്തിത്വം അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം അതുകൊണ്ട് തന്നെ നിറഞ്ഞു നിൽക്കുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ അങ്ങനെ ശ്രദ്ധേയമായി. നിരവധി രചനകളുണ്ടായിരുന്നു. ആ രചനകൾക്കൊന്നും കടന്നു പോകുന്ന സമയത്തോടുകൂടി അദ്ദേഹത്തിന്റെ ഓരോ സൃഷ്ടികളിലും വളരെയധികം തതുലഭ്യമായി നിർവഹിക്കപ്പെട്ട ആശയമുണ്ടായിരുന്നു. ആശയത്തിന് ആ ആശയം അഗാധ സ്പർശിക്കും. കാരണം അദ്ദേഹത്തിന്റെ മനസ്സും അദ്ദേഹത്തിന്റെ ചിന്തകളും അതുപോലെ സംസ്കരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു ചരിത്രത്തിന്റെ, ഒരു നാടിന്റെ മഹാസംസ്കാരം, ഭൂതകാലത്തെ സ്മരിപ്പിക്കുന്ന ഒരുപാട് അനുഭവ സത്യങ്ങൾ ഇതെല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തിന്റെ രചനകൾ അതുകൊണ്ട് തന്നെയാണ് സത്യമായത്. അദ്ദേഹം ജന്മം കൊണ്ട നാട്ടിലാണ് ഞാനും എന്ന് പറയാൻ കഴിയുന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. തളർന്നു കിടക്കുമ്പോഴും എഴുന്നേറ്റ് നടക്കാൻ പ്രേരിപ്പിച്ചത് കുട്ടമ്മത്തിന്റെ കവിതകളാണെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പറഞ്ഞു. എടുത്തുകൊണ്ടിരുന്ന് കഴിക്കുന്ന അത്രയും അറ്റാക്ക് വന്നിട്ട് പോലും ഞാൻ എഴുതരുതായി മഹാനായ കുട്ടമ്മത്തിന്റെ അവാർഡ് വാങ്ങാനായിട്ട് ഇവിടെ എത്തിക്കുന്നത്.
അത് തീർച്ചയായിട്ടും രോഗത്തെ ബഹുമാനിക്കുമ്പോൾ തന്നെ രോഗത്തെ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതിനെ ശുശ്രൂഷിച്ചിരുന്നാല് അതിന് മാത്രം സമയം ഉണ്ടാവും. നമ്മൾ എഴുന്നേൽക്കുക, നടക്കുക, മുമ്പോട്ട് പോവുക, എഴുതുക. ഞാൻ എപ്പോഴും എഴുതാറുണ്ട്, ഒരു പ്രശ്നം എനിക്കില്ല, ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാറില്ല. അപ്പം ഒരു സ്നേഹത്തിന്റെ ഒരു ഭാഷയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ചടങ്ങിൽ പ്രശസ്ത ശില്പി സുരേന്ദ്രൻ കൂക്കാനം ഒരുക്കിയ മഹാകവിയുടെ പ്രതിമ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അനാച്ഛാദനം ചെയ്തു. എം രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. എം അനന്തൻ നമ്പ്യാർ, കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, ഡോക്ടർ PV കൃഷ്ണകുമാർ, ഗംഗാധരൻ കുട്ടമത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ മഹാകവിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി 2000-ഓളം പേർക്ക് പിറന്നാൾ സദ്യയും ഒരുക്കിയിരുന്നു. മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരും സേവന പുരുഷ സ്വയം സഹായ സംഘവും കൈകോർത്തു. തീയർപ്പാലത്തെ പാടം കാർഷിക സമൃദ്ധമായി. മടിക്കൈ തീയർപ്പാലത്തെ വയലിൽ മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ നെൽകൃഷി ഇറക്കാൻ രംഗത്തിറങ്ങി. സേവന പുരുഷ സ്വയം സഹായ സംഘം പ്രവർത്തകരോടൊപ്പമാണ് മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ വയലിലിറങ്ങിയത്. നിലമൊരുക്കാനും NSS വളണ്ടിയർമാർ രംഗത്തിറങ്ങിയിരുന്നു. തീയർപ്പാലത്തെ വയലിൽ നടന്ന വിത്തടി മഹോത്സവം മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് C പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. 1-2 വർഷമായി നമ്മുടെ ഇവിടെയുള്ള വയൽ ഒഴിഞ്ഞെടുക്കുകയാണ്. വളരെ ചുരുക്കം ചില കൃഷിക്കാർ മാത്രമാണ് ഇവിടെയുള്ള വയൽ ഉപയോഗിച്ചുകൊണ്ട് നെൽകൃഷി ചെയ്യുന്നത്. പണ്ട് കാലങ്ങളിൽ 2 വള എടുത്തിരുന്ന വയൽ എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പോൾ ഒറ്റ വള പോലും എടുക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഒന്നാമത് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ ജില്ലാ പഞ്ചായത്തൊക്കെ എന്തിനു ചേർന്നുകൊണ്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. താൽക്കാലികമായി തന്നെ 1-2 തടയണകൾ പൂർത്തീകരിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ റിപ്പയറും കാര്യങ്ങളൊക്കെ നടത്താനും വേണ്ടിയിട്ട് വളരെ ദ്രുതഗതിയിൽ തന്നെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പഞ്ചായത്ത് തീരുമാനിച്ചത്. വാർഡംഗം സരിത അധ്യക്ഷയായി. NSS പ്രോഗ്രാം ഓഫീസർ ശ്രീധരൻ ചൂട്ടക്കാട്, C കൃഷ്ണൻ നായർ, KA അമ്പാടി, ചന്ദ്രൻ കന്നാടത്ത്, ബാബുരാജ്, ശേഖരമാരാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷൻ എസ്റ്റേറ്റിൽ ഇത് പാഷൻ ഫ്രൂട്ടിന്റെ വിളവെടുപ്പ് കാലം. എസ്റ്റേറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന പാഷൻ ഫ്രൂട്ട് കാഴ്ചക്കാർക്ക് കൗതുകമാവും. വിളവെടുക്കാൻ പാകമായ പാഷൻ ഫ്രൂട്ടുകളാൽ നിറഞ്ഞു നിൽക്കുകയാണ് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ചീമേനി എസ്റ്റേറ്റ്. കാഴ്ചക്കാർക്ക് കൗതുകം പകരുന്നതോടൊപ്പം പാഷൻ ഫ്രൂട്ട് ആളുകളുടെ മനം കവരുന്നു. കാവേരി ഇനത്തിൽപ്പെട്ടവയാണ് വിളവെടുക്കാൻ പാകത്തിലെത്തിയ ഈ പാഷൻ ഫ്രൂട്ടുകൾ. കഴിഞ്ഞ വർഷം 1 ഏക്കറിൽ ആരംഭിച്ച കൃഷി ഇത്തവണ 2 ഏക്കറിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. എസ്റ്റേറ്റിൽ ഇത് 2ാം ഘട്ട വിളവെടുപ്പിന്റെ കാലമാണ്. അന്ന് 450ഓളം ചെടികളാണ് നമ്മൾ വെച്ചുപിടിപ്പിച്ചിരുന്നത്. ഇതിന് അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട GM S കരുണാരാജ സാറാണ് ഈ കൃഷി ഇവിടെ കൊണ്ടുവന്നത്. അതിനുശേഷം ബഹുമാനപ്പെട്ട നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ സാർ ഇത് വ്യാപകമായ കൃഷി ചെയ്യണമെന്ന് നമ്മോട് ആവശ്യപ്പെടുകയും എല്ലാ എസ്റ്റേറ്റുകളിലും ഇത് വ്യാപകമായി ഇപ്പോൾ കൃഷി കൊണ്ട് നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചീമേനിയിൽ മാത്രമാണ്, ചീമേനി എസ്റ്റേറ്റിൻ്റെ കീഴിൽ നാടുകാണിയിലും മാത്രമാണ് ഇതിൻ്റെ യൂണിറ്റ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. സ്ക്വാഷ് ആക്കുന്നത്, സ്ക്വാഷ് പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ്. അത് 500 ml ഒരു ബോട്ടലാണ്. 500 ml ബോട്ടലിൽ 100. ഇവ പ്ലാന്റേഷന്റെ നാടുകാണി എസ്റ്റേറ്റിലെത്തിച്ച് സ്ക്വാഷ് ഉണ്ടാക്കി വിപണിയിൽ എത്തിക്കുന്നു. പാഷൻ ഫ്രൂട്ടിന്റെ ഇലകൾ പ്രമേഹ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു. ചാണകം, പിണ്ണാക്ക്, സോതരിപ്പഴം, വെല്ലം എന്നിവ ചേർത്തുണ്ടാക്കിയ മിശ്രിതമാണ് ഇതിന് വളമായി ഉപയോഗിക്കുന്നത്. ജൈവ പച്ചക്കറി കൃഷിയൊരുക്കി നെല്ലിക്കാട്ടെ കുടുംബശ്രീ പ്രവർത്തകർ. പൊലിവ് പദ്ധതിയുടെ ഭാഗമായാണ് പച്ചക്കറി കൃഷി ഒരുക്കിയത്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ നെല്ലിക്കാട്ട് പ്രദേശത്ത് കുടുംബശ്രീ കൂട്ടായ്മയിൽ പച്ചക്കറി കൃഷിയൊരുങ്ങി. പഞ്ചമി ദീപം കുടുംബശ്രീകളുടെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി ഇറക്കിയത്. പൊലിവ് പദ്ധതിയുടെ ഭാഗമായാണ് പച്ചക്കറി കൃഷി ചെയ്യാനായി കുടുംബശ്രീ പ്രവർത്തകർ തയ്യാറായത്. പൂർണ്ണമായും ജൈവ രീതിയിലായിരുന്നു പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത്. പഞ്ചമി കുടുംബശ്രീ
ജൈവ പച്ചക്കറി അതുപോലെ തന്നെ പൊലിവ് പദ്ധതിയുടെ ഭാഗമായി കേരള സർക്കാർ പദ്ധതി രൂപീകരിച്ചതിൻ്റെ ഭാഗമായി നമ്മുടെ നഗരസഭയിലും ഒട്ടക്കും പച്ചക്കറി കൃഷി വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അടുക്കളയിൽ നിന്ന് മരങ്ങത്തേക്ക് എന്ന പദ്ധതിയുമായി നമ്മൾ എന്ത് വിചാരിച്ചാലും നമ്മളെ പെണ്ണുങ്ങൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുറത്തിറങ്ങിയാൽ ജൈവ പച്ചക്കറിയും അതുപോലെ തന്നെ പല സാമഗ്രികളും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. നെല്ലിക്കാട്ടെ EV ചന്ദ്രൻ, പ്രീത, നാരായണൻ, KV കാർത്യായനി എന്നിവരുടെ തരിശായ ഭൂമിയിൽ ജൈവവളം മാത്രം ഉപയോഗിച്ച് നടത്തിയ കൃഷിക്ക് സുശീല, രാഗിണി, KV ഓമന, സുഷമ എന്നിവർ നേതൃത്വം നൽകി. വിളവെടുപ്പ് ഉദ്ഘാടനം നഗരസഭാ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. വാർഡ് കൗൺസിലർ K ലത അധ്യക്ഷയായി. കൗൺസിലർ K സാവിത്രി, KV കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ADS പ്രസിഡന്റ് VK ദരിത്രി സ്വാഗതം പറഞ്ഞു. പൊതുവിദ്യാലയങ്ങളിലെ പഠന നിലവാരം ഉയർത്താൻ ക്ലാസ് മുറികൾ സ്മാർട്ട് ആകുന്നു. പിലിക്കോട് ഗവൺമെന്റ് വെൽഫെയർ സ്കൂളിലും സ്മാർട്ട് ക്ലാസ് റൂം തുറന്നു. M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. K കുഞ്ഞിരാമൻ MLAയുടെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുകയിലാണ് പിലിക്കോട് ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിന് ക്ലാസ് റൂം ഒരുക്കിയത്. സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം M രാജഗോപാലൻ MLA നിർവഹിച്ചു. സ്മാർട്ട് ക്ലാസ് റൂം, സ്മാർട്ട് സ്കൂൾ, സ്മാർട്ട് സ്റ്റുഡൻസ്, സ്മാർട്ട് ടീച്ചേഴ്സ് എല്ലാം സ്മാർട്ട് ആവാൻ വേണ്ടി പോവുകയാണ്. അതുവഴി ജനങ്ങളും അല്ലെങ്കിൽ സമൂഹവും സ്മാർട്ട് ആകാൻ എടുക്കാൻ വേണ്ടി നമുക്ക് കഴിയും. അപ്പൊ അതിന് സഹായകരമായ രീതിയിൽ കേരളത്തിലെ മുഴുവൻ സർക്കാർ വിദ്യാലയങ്ങളും വളരെ ആധുനികമായ സൗകര്യങ്ങളോടുകൂടി പുതിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നടത്തുന്നതിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വിവിധ സ്കൂളുകളിൽ ഇതുപോലെയുള്ള സ്മാർട്ട് ക്ലാസ് റൂം ആരംഭിച്ചിരിക്കുകയാണ്. വിവര സാങ്കേതിക വൈജ്ഞാനിക യുഗത്തിൽ, ഈ നവീന ശാസ്ത്രീയ യുഗത്തിൽ നമ്മുടെ കുട്ടികൾ നന്നായി കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാൻ പഠിക്കുകയാണ്. അല്ലേ? നിങ്ങളെല്ലാവരും മൊബൈൽ ഫോൺ കൈകാര്യം ഉണ്ടല്ലേ? മൊബൈൽ ഫോൺ ഞാൻ സാധാരണ പറയാം, അച്ഛനമ്മമാർക്ക് അറിയുന്നതിനേക്കാൾ ഇവരാണ്. നമുക്ക് ആരെ അങ്ങോട്ട് വിളിക്കാനും ഇങ്ങോട്ട് എടുക്കാനും പിന്നെ കൂടിയ ഒരു മെസ്സേജ് അല്ലേ? അത് കഴിഞ്ഞ് ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ശരിയാക്കുന്നത്. പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. P ശൈലജ, ഏളാട്ട് കൃഷ്ണൻ, KP ശാന്ത, VM ബിജു, T പ്രദീപ് തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. TK ജനാർദ്ദനൻ സ്വാഗതവും S മഹേഷ് കുമാർ നന്ദിയും പറഞ്ഞു. DYFI കിഴക്കുംകര യൂണിറ്റ് സമ്മേളനം നടന്നു. SLC+2 പരീക്ഷാ വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു. DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് രതീഷ് നെല്ലിക്കാട്ട സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. T സുഭാഷ് സംസാരിച്ചു. ചടങ്ങിൽ SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. സംസ്ഥാന വടംവലി ടീം അംഗം അശ്വിൻ രമേശിനെയും ചടങ്ങിൽ അനുമോദിക്കുകയുണ്ടായി. DYFI കിഴക്കുംകര യൂണിറ്റ് സംഘടിപ്പിച്ച അനുമോദന പരിപാടി CPM ജില്ലാ കമ്മിറ്റി അംഗം M പൊക്ലൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആവശ്യമാണെന്നതിൽ അടുത്ത വർഷം ജനാധിപത്യത്തിന്റെ നേതൃത്വത്തിൽ 957 നിയമനിർമ്മാണം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു അനുമോദന ചടങ്ങ് കൂടി നടത്തപ്പെടുന്നതിനെ ഇടയാക്കിയത് എന്ന് മാത്രം ഒന്നുകൂടി അനുസ്മരിച്ചുകൊണ്ട് ഈ കുട്ടികളെയും അതുപോലെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അനുമോദനത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും സമ്മതത്തിന്റെ ഭാഗമായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. യൂണിറ്റ് പ്രസിഡന്റ് M രാഗേഷ് അധ്യക്ഷനായി. AV രാഘവൻ, K വിശ്വനാഥൻ, K മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്മാർട്ട് പെരിയയുടെ ക്ലീൻ പെരിയ ക്യാമ്പയിന് തുടക്കം. പെരിയയിലും പരിസര പ്രദേശങ്ങളിലും ശുചീകരണം നടന്നു. സ്മാർട്ട് പെരിയയുടെ ആഭിമുഖ്യത്തിൽ ക്ലീൻ പെരിയ ക്യാമ്പയിന്റെ ഭാഗമായി പെരിയ സാമൂഹികാരോഗ്യ കേന്ദ്രം, പെരിയ വില്ലേജ് ഓഫീസ് പരിസരം, ദേശീയപാതയോരം എന്നിവിടങ്ങളിൽ ശുചീകരണം സംഘടിപ്പിച്ചു. സ്മാർട്ട് പെരിയ പ്രസിഡന്റ് V കുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. CHCയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അശോകൻ, ബാബുരാജ് എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂരിലെ BJP പ്രവർത്തകന്റെ കൊലപാതകം. BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് ഒരുങ്ങുന്നു. സമ്മേളന പ്രചരണാർത്ഥം കാഞ്ഞങ്ങാട്ട് ചിത്രകാര സംഗമം നടന്നു.
കാഞ്ഞങ്ങാട് മുനിസിപ്പൽ യൂത്ത് ലീഗ് സമ്മേളനത്തിന് സമാപനം. മഹാകവി കുട്ടമത്ത് പുരസ്കാരത്തിന് ചലച്ചിത്രഗാന രചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അർഹനായി. മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ പാടത്തിറങ്ങി. പിയർപാലം പാടം കാർഷിക സമൃദ്ധമായി. ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ ഇത് പാഷൻ ഫ്രൂട്ടിന്റെ വിളവെടുപ്പ് കാലം. വിളഞ്ഞു നിൽക്കുന്ന പാഷൻ ഫ്രൂട്ടുകൾ കാഴ്ചക്കാരിൽ വിസ്മയം തീർക്കും. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.